ഹായ്, ഇന്ന് നമുക്ക് ഹെറിംഗ്ബോൺ സ്റ്റിച്ചും പിന്നെ അതിൻ്റെ 2 വേരിയേഷൻസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കർ ത്രെഡ് 3 സ്ട്രാൻഡ്സ് സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഇതുപോലെ സൂചി താഴേന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ക്രോസ് ആയിട്ടാണ് നൂല് വരേണ്ടത്. അതുകൊണ്ട് അപ്പുറത്തെ ലൈനിൽ സൂചി ഇതുപോലെ കുറച്ച് മേളിലായിട്ട് കൊണ്ട് താഴ്ത്തണം. എന്നിട്ട് ഇതുപോലെ തൊട്ടടുത്തായിട്ട് ഇറക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്പേസ് ഇതിൻ്റെ ഇടയ്ക്ക് വരത്തുള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് വരണം. ഇനി അടുത്ത സ്റ്റിച്ചും നമ്മൾ ക്രോസ് ആയിട്ട് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് നൂല് അപ്പുറത്തെ ലൈനിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ലൈനിൽ കൊണ്ടുവന്ന് മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മൾ സൂചി കുറച്ച് മേളിലായിട്ട് കൊണ്ട് ഇറക്കി താഴോട്ട് ഇറക്കിയിട്ട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ സൂചി വെളിയിലോട്ട് ഇറക്കണം. ഇനി ഇതുപോലെ അപ്പുറത്തും ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവരണം. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഹെറിംഗ്ബോൺ സ്റ്റിച്ച് എവിടെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഹെറിംഗ്ബോൺ സ്റ്റിച്ച് നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബോർഡേഴ്സായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഷാഡോ വർക്കിൽ നമ്മൾ ഹെറിംഗ്ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. ചിക്കൻ കാരി വർക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ നീറ്റാണ്. പുറകിലിങ്ങനെ ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് പോലെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഞാൻ തുണിയിലോട്ട് ചേർത്തിട്ടാണ് കെട്ടിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വെട്ടത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ ഫ്രണ്ടിലുള്ള ആ ക്രിസ് ക്രോസ് സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ ഈ ക്രിസ് ക്രോസ് സംഭവമാണ് നമ്മൾ ഷാഡോ ആയിട്ട് കാണുന്നത്. ഷാഡോ വർക്കിൽ നമ്മൾ ബാക്ക് സൈഡാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് നമ്മൾ നല്ല വശത്ത് വരുന്നത്. അതുപോലെ ഈ ക്രിസ് ക്രോസ് സ്റ്റിച്ച് വരുന്നത് ബാക്ക് സൈഡിലുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷാഡോ ആയിട്ടാണ്, അതിൻ്റെ ഷാഡോ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഷാഡോ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഹെറിംഗ്ബോൺ സ്റ്റിച്ചിൻ്റെ 2 വേരിയേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വേരിയേഷൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹെറിംഗ്ബോൺ സ്റ്റിച്ച് വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കളറിലെ ആങ്കർ ത്രെഡ് 3 സ്ട്രാൻഡ്സ് സൂചിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ടൈഡ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്ന വേരിയേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ക്രോസ് വരുന്ന ആ ഭാഗത്ത് നമ്മൾ നൂല് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഈ സ്റ്റിച്ച് തന്നെ നമുക്ക് ഫുള്ള് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക, ഒരു ക്രോസ് പോലെ.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ച് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്ത സ്ഥലത്ത് ഇനി ഇവിടെ ആയിട്ട് ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. വെർട്ടിക്കലായിട്ടാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ക്രോസ് പോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഈ ടൈഡ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ 2 സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്താലും മതി. ഈ 3 ടൈപ്പിനും ടൈഡ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതുപോലെ ആ ക്രിസ് ക്രോസ് പാറ്റേൺ ഇതിൻ്റെ ബാക്ക് സൈഡിലും വരും. നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അടുത്ത വേരിയേഷൻ്റെ പേര് ഇൻ്റർലേസ്ഡ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ വേറൊരു കളറിലെ ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെറിംഗ്ബോൺ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ സൂചി കുത്തിയെടുക്കണം. അത് കഴിഞ്ഞ് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി ഇറക്കുക. നൂലിൻ്റെ അടിയിൽ കൂടെ മാത്രമേ ഇറക്കാവൂ, തുണിയുടെ ഇടയിൽ കൂടെ എടുക്കണ്ട. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ ക്രോസിൻ്റെ മേളിൽ കൂടെ വരണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിച്ചിൻ്റെയും അടിയിൽ കൂടെ ഇറക്കി ഇതുപോലെ കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഇതുപോലെ അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയും ഇറക്കുക. അപ്പോൾ ആ ക്രോസ് വരുന്നിടത്ത് ഇതുപോലെ ആ നൂല് മേളിലിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെറിംഗ്ബോൺ സ്റ്റിച്ച് എൻഡ് ചെയ്തെടുത്തോടെ തന്നെ സൂചി താഴേക്ക് ഇറക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നമ്മുടെ നോർമൽ ഹെറിംഗ്ബോൺ സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹെറിംഗ്ബോൺ സ്റ്റിച്ചും അതിൻ്റെ വേരിയേഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.